ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ചെറിയ SUV കാണാം. വിൻഫാസ്റ്റ് VF3 എന്ന് പറയുന്ന പേരും കാണാം. ഇതെന്താണ് സംഭവം എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് പുതിയൊരു കമ്പനി കൂടി വരാൻ പോവാണ്. വിൻഫാസ്റ്റ് എന്നാണ് കമ്പനിയുടെ പേര്. ആൻഡ് അവരുടെ ഒരു വാഹനം VF3 എന്ന് പറയുന്ന വാഹനം ഇവിടെ ഒഫീഷ്യലി ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് പേറ്റൻറ്റ് അതിൻ്റെ ഡിസൈനും അവർ ഫയൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. ആദ്യം തന്നെ ഈ കമ്പനിയെ പറ്റി പറയാം. കാരണം ഇത് നമ്മൾക്ക് അങ്ങനെ വലിയ പരിചയമില്ലാത്തൊരു കമ്പനി ആയിരിക്കും. പുറത്തെ ചില മാർക്കറ്റുകളിലൊക്കെ ഈ കമ്പനി ഉണ്ട്. US എൻട്രി അവരുടെ ഈ അടുത്തായിരുന്നു അവർ നടത്തിയത്. അതുപോലെ തന്നെ ഈ വിൻഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിയറ്റ്നാം ബേസ്ഡ് കമ്പനിയാണ്. വളരെ പോപ്പുലർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ പോപ്പുലാരിറ്റി പതുക്കെ ഗെയിൻ ചെയ്തു വരുന്ന ഒരു കമ്പനിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവരുടെ മൊത്തത്തിലുള്ള ഗ്ലോബൽ സെയിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർ ഇന്ത്യയിലേക്കും കയറാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിപ്പം ഞാൻ വെറുതെ പറയുന്നതല്ല, അതായത് ഇവരുടെ പ്രൊഡക്ഷൻ പ്ലാന്റിനെയൊക്കെ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 25 അവരുടെ ഒഫീഷ്യൽ പ്രൊഡക്ഷൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ വണ്ടികൾ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ അല്ല, പ്രൊഡക്ഷൻ പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ അവർ തുടങ്ങിയത്. ഓക്കെ, പ്രൊഡക്ഷൻ പ്ലാന്റ് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയെന്ന് പറയാം. അതായത് സംഭവം മനസ്സിലായില്ല. കാറുകൾ അവരെന്തായാലും ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫാക്ടറിയുടെ പ്രൊഡക്ഷനാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അത് ജാനുവരി 5th 6th ആ ഒരു സമയത്തായിരുന്നു 2024 തന്നെ നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ് ആയിട്ടുള്ള ഒരു MOU അവർ സൈൻ ചെയ്ത്. ആൻഡ് അവർ പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ പ്രൊഡക്ഷനും പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങി എന്ന് നമുക്ക് പറയാം. ഇത് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വണ്ടികളുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഈവൻ ടാറ്റയ്ക്കാണെങ്കിൽ പോലും ഒരു വർഷം മാക്സിമം 60,000 to 80,000 അടുത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതവർ ഇനി എക്സ്പാൻഡ് ചെയ്യുമായിരിക്കും. പക്ഷേ ഈ വിൻഫാസ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന പ്ലാന്റിന് ഒരു വർഷം 1.5 ലക്ഷം വണ്ടികൾ വരെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആനുവൽ കപ്പാസിറ്റി ഉണ്ട്. അതൊരു ഗംഭീര കപ്പാസിറ്റിയാണ്. കാരണം ഇലക്ട്രിക് വണ്ടികൾക്ക് അത്രയും സെയിൽ കിട്ടുമോ എന്നുള്ളത് തന്നെ ഇവർക്കറിയില്ല. എന്നാലും ഇവർ സ്റ്റാർട്ട് ചെയ്യുമ്പം അത്യാവശ്യം ഹൈ ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 1.5 ലക്ഷം വണ്ടികൾ ഒരു മാസം ഒരു വർഷം വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം തീർച്ചയായും 12,000 12,500 ആ ഒരു റേഞ്ചിലെങ്കിലും അവർ വണ്ടികൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. ഇനി അത്രയൊന്നും വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ 10,000 എങ്കിലും ഒരു മാസം വിറ്റില്ലെങ്കിൽ അവർക്കത് പ്രോഫിറ്റബിൾ ആവാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല ഒരു ഹൈ ക്ലെയിമിലാണ് അവരിപ്പോൾ പരിപാടി തുടങ്ങിയിരിക്കുന്നതെന്ന്. ഇത് എന്നത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവും എന്നിതുവരെ പറഞ്ഞിട്ടില്ല. 4 വർഷം എടുക്കുന്നതാണ് ഞാൻ ഓട്ടോക്കാർ ഇന്ത്യയിൽ കണ്ടത് ഈ പ്ലാന്റിൻ്റെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ തീരാൻ. പക്ഷേ അതുവരെ ഇവർ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് കുറച്ച് ഇളവ് ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ. കാരണം ഇപ്പോൾ നമുക്കറിയാം വണ്ടികൾ CBU ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ 100% ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. ഈ 100% ഇമ്പോർട്ട് ഡ്യൂട്ടി ഇപ്പോൾ പുറത്തുള്ളൊരു വണ്ടിക്ക് 20 ലക്ഷം രൂപയാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴേക്കും 100% ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രൈസ് 40 ലക്ഷം രൂപയായി. അതിൻ്റെ കൂടെ ഡീലറിൻ്റെ ലാഭം, കമ്പനിയുടെ ലാഭം എല്ലാം കൂടെ എടുത്ത് വരുമ്പോഴേക്കും 50 ലക്ഷം രൂപയാവും. അതാണ് നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഇളവ് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ വണ്ടികൾ കൊണ്ടുവരായിരുന്നു എന്നാണ് വിൻഫാസ്റ്റ് പറയുന്നത്. അത് ഗവൺമെൻറ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അപ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് നോക്കാം ഫ്യൂച്ചറിൽ അപ്രൂവ് ചെയ്യുമോ ഇല്ലയോ എന്ന്. അങ്ങനെ ടെസ്ല ചോദിച്ചപ്പം കുറേ കാലമായിട്ട് ടെസ്ല ചോദിച്ചതാണ്, അപ്പോഴൊന്നും അവർ സമ്മതിച്ചില്ല. പിന്നെ ഈ അടുത്തൊക്കെയാണ് അവർ അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം എന്ന് ടെസ്ലയോട് പറഞ്ഞതായിട്ട് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും ഇവരുടെ കാര്യത്തിൽ അങ്ങനെയെല്ലാം ചെയ്യുമെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇവരെന്തായാലും ഇവിടെ പ്രൊഡക്ഷൻ തുടങ്ങാനുള്ള ഒരു പ്ലാന്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതെന്തായാലും ഇവിടെ ഇടയ്ക്ക് വെച്ചവർ നിർത്തിയിട്ട് പോകാനും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഇൻ്റർനാഷണലിലുള്ള വണ്ടികൾ ഇപ്പോൾ അവർക്ക് ശരിക്കും 4 വണ്ടികളുള്ളത്. VF6 ഉണ്ട്, VF7 ഉണ്ട്, VF8 ഉണ്ട്, VF9 ഉണ്ട്. ഇതിൽ VF6ഉം VF7ഉം ഒക്കെ വേണമെങ്കിൽ ഇന്ത്യയിൽ അത്യാവശ്യം ഒരു 20-25 lakhs ഒക്കെ ഈവൻ ഇമ്പോർട്ട് ഡ്യൂട്ടി കഴിഞ്ഞാണെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. അത്യാവശ്യം ചെറിയ വണ്ടികളാണ് കേട്ടോ ഇതൊക്കെ, വളരെ വലിയ വണ്ടികളൊന്നും അല്ല. എന്നാൽ പോലും ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ 25 to 30 lakhs എക്സ്ഷോറൂം വരുന്നൊരു വണ്ടി വരെ ഇറക്കിയാൽ പോലും ആൾക്കാരെടുക്കും. കാരണം ഇപ്പം BYD അറ്റോത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ആൾക്കാർ വിചാരിച്ചത് ആരും വാങ്ങില്ല എന്നാണ്. പക്ഷേ കേരളത്തിൽ അറ്റ്ലീസ്റ്റ് ആ വണ്ടി അത്യാവശ്യം കാണാനുണ്ട്. ഓൺ പേപ്പർ സെയിൽസ് നമ്പേഴ്സ് ഒരു മാസം ഭയങ്കര ഹൈ ഒന്നുമല്ല, 50-60 ഒക്കെ വരാറുള്ളൂ മാക്സിമം. പക്ഷേ എന്നാലും നമുക്ക് ഇവിടുത്തെ ഒരു സൈഡിൽ വണ്ടി കാണാൻ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ തീർത്തും ഉപേക്ഷിക്കും എന്ന് പറയേണ്ട കാര്യമില്ല. ഈവൻ BYD പോലും വിചാരിച്ചിട്ടില്ല അവരുടെ E6ഉം അതുപോലെ അറ്റോത്തിലേക്ക് ആൾക്കാർ ഇതിന് മാത്രം വാങ്ങുന്നു. എന്നിട്ട് അതിൽ കൂടുതൽ സെയിൽസ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ ഇവർക്കും കിട്ടായികയൊന്നുമില്ല. പ്രത്യേകിച്ച് BYD ചൈനീസ് കമ്പനി. അപ്പം ഇവരും വിയറ്റ്നാം ബേസ്ഡ് കമ്പനി എന്നൊക്കെ പറയുമ്പം ബ്രാൻഡ് വാല്യൂ ബേസ്ഡ് ആയിട്ട് ആൾക്കാർ അങ്ങനെ ഇലക്ട്രിക് വണ്ടികൾ എടുക്കാറില്ല എന്ന് നമുക്ക് പറയാം. ഇനി ഇതൊക്കെ പോട്ടെ, ഇവർ കൊണ്ടുവരാൻ പോകുന്ന വണ്ടിയെ പറ്റി നമുക്ക് സംസാരിക്കാം. അതാണ് VF3. ഇത് ഇവർ ഇറക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ SUV ആണ്. ഇത് പറഞ്ഞു വരുമ്പം നമ്മുടെ കൊമറ്റ് EVയേക്കാൾ കുറച്ചും കൂടെ വലിയ സൈസ് വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന ഒരു ഷേപ്പിലാണ് ഈ വണ്ടി ഇരിക്കാൻ പോകുന്നത്. ഇതാണ് അവർ ഇന്ത്യയിൽ ഫയൽ ചെയ്തിരിക്കുന്ന പേറ്റൻറ്റ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ ഇതൊരു 2 door വാഹനമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചെറിയ കോമ്പാക്ട് ഡയമെൻഷൻസ് ആണ് ഇതിൻ്റെ. പക്ഷേ എന്നാൽ വിട്ടിൻ്റെ കാര്യത്തിൽ ഈ വണ്ടി വളരെ ചെറുതല്ല. ഇപ്പോൾ കൊമറ്റൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ഭയങ്കര നാരോ ആയിട്ട് തോന്നും. ഈ വണ്ടി പക്ഷേ അത്രയും നാരോ അല്ല. കൈൻഡ് ഓഫ് എവിടേക്കോ ഒരു
ചെറിയ SUV ലൈക്ക് ഡിസൈനൊക്കെ ഇതിനകത്ത് അവർ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ 4 സീറ്റർ ആണ്, 2 ഡോർ ആണെങ്കിലും ബാക്കിലും ഇരിക്കാം. അതിപ്പോൾ കൊമറ്റിലും ചെയ്യാൻ പറ്റും. ഒരുപാട് സ്പേസ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും അത്യാവശ്യം 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അത്ര സ്ഥലമൊക്കെ ഇതിനകത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അതുപോലെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് OLED ഹെഡ്ലാംപ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ആൻഡ് പുറത്തെ മാർക്കറ്റുകളിലൊക്കെ വരുന്നതിനകത്ത് 16 ഇഞ്ച് വീൽസൊക്കെയാണ് കൊടുക്കുന്നത്. അതിവിടെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ 16 ഒന്നും വേണമെന്നില്ല, 15 ഇഞ്ച് വന്നാൽ തന്നെ ധാരാളമാണ്. അതായിരിക്കും ഇവിടെ കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മൾ റോഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ച് ഈ സൈസിലുള്ളൊരു വണ്ടിക്ക് 15 ഇഞ്ചാണ് കുറച്ചും കൂടി സൂട്ട് ആവുക. പിന്നെ ഈ വണ്ടി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഡയമെൻഷൻസ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ പോലെ പറഞ്ഞുതരാം. ഈ VF3യുടെ ലെങ്ത് ഓൾമോസ്റ്റ് 3.2 മീറ്റേഴ്സിന് അടുത്ത് വരും. കറക്റ്റായിട്ട് പറയാനാണെങ്കിൽ 3190 മില്ലിമീറ്റേഴ്സാണ്. കൊമറ്റ് EV ഏകദേശം 3 മീറ്റേഴ്സിൽ താഴെയാണ് നിൽക്കുന്നത്. അതായത് 2274 മില്ലിമീറ്റേഴ്സാണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. അതായത് ലെങ്ത്തിൻ്റെ കാര്യത്തിൽ ഈ പുതിയ വിൻഫാസ്റ്റിൻ്റെ വണ്ടി കുറച്ചുകൂടി നീളം കൂടുതലുണ്ട്. അതുപോലെ വിട്ട് നല്ല വ്യത്യാസമുണ്ട്. കാരണം കൊമറ്റ് EV 1.5 മീറ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഈവൻ നമ്മുടെ ടിയാഗോ EVയുടെ അത്രയൊക്കെ ഇതിന് വിട്ടുണ്ട് എന്ന് പറയാം. കാരണം ടിയാഗോ EVയുടെ വിട്ട് വരുന്നത് 1677 മില്ലിമീറ്റേഴ്സും ഈ വണ്ടിയുടെ വിട്ട് വരുന്നത് 1679 മില്ലിമീറ്റേഴ്സുമാണ്. 2 മില്ലിമീറ്റേഴ്സ് ഈ വാഹനത്തിന് കൂടുതലാണ്. ടിയാഗോ EV നമുക്ക് ഒരു രീതിയിൽ നാരോ ആയിട്ട് തോന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടിയും ആ ഒരു നാരോ ആയിട്ട് തോന്നുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ ഹൈറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ വിചാരിക്കുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കൊമറ്റ് EVക്ക് ഇതിനേക്കാൾ പൊക്കം കൂടുതലുണ്ട്. 1634 മില്ലിമീറ്റേഴ്സാണ് കൊമറ്റിൻ്റെ ഹൈറ്റ്. ഈ വണ്ടിയുടെ ഹൈറ്റ് 1.62 മീറ്റേഴ്സേ ഉള്ളൂ. അതായത് അതിനേക്കാൾ ഒരു ഇത്തിരി കുറവാണ് എന്ന് പറയാം. പക്ഷേ അതുകൊണ്ട് ഈ വണ്ടിക്ക് വീതി കൂടുതലായതുകൊണ്ടൊരു ഗുണമുണ്ട്. നമുക്കിപ്പോൾ ഭയങ്കര ഹൈറ്റും ഈ കുറവ് വീതിയും വന്നിട്ട് ഒരുമാതിരി ഇരിക്കുന്ന പോലത്തെ ലുക്കാണല്ലോ കൊമറ്റ് EVയുടെ. അത് ഞാൻ കുറ്റം പറഞ്ഞില്ല, പക്ഷേ കാണുമ്പോൾ നമുക്കങ്ങനെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഈ വണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. ഹൈറ്റും കുറവാണ്, വീതിയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രൊപ്പോർഷനേറ്റ് ലുക്ക് വരും. അപ്പോൾ അതാണ് ഈ വാഹനത്തിൻ്റെ ഡയമെൻഷൻസ് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന അഡ്വാൻറ്റേജസ്. പിന്നെ അവരിവിടെ അവരുടെ പ്രൊഡക്ഷൻ പ്ലാന്റൊക്കെ സെറ്റപ്പ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായും ലോക്കലി മാനുഫാക്ചർ ചെയ്യാൻ തന്നെയാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ മാക്സിമം കൺട്രോൾ ചെയ്ത് വെക്കാൻ തന്നെ അവർ നോക്കുകയുള്ളൂ. ഉറപ്പായിട്ടും 8 ലക്ഷത്തിൻ്റെ അടുത്തായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് പറയാം. 8 to മാക്സിമം പോയി കഴിഞ്ഞാൽ 10. അതാണ് ഇപ്പോഴത്തെ കൊമറ്റ് EVയുടെ പ്രൈസ്. കൊമറ്റ് EV ആക്ച്വലി 7 lakhsലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ അതിൻ്റെ പ്രൈസ് കുറച്ചുകൂടെ കുറച്ചായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ഇത്തിരി കൂടെ എക്സ്പെൻസീവ് ആയിട്ട് പോയാലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതിനേക്കാൾ സൈസ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ബാറ്ററി കൺഫിഗറേഷൻ ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ചാർജിൽ 210 കിലോമീറ്റേഴ്സ് വരെ ഇതിന് ക്ലെയിംഡ് റേഞ്ച് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതത്ര മോശമല്ല. കാരണം ARAI ക്ലെയിംഡ് നമ്പേഴ്സ് അല്ല, അത് ഇൻ്റർനാഷണലിൽ ഉള്ള നമ്പേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി ഇതിനൊരു 150 to 200 എങ്കിലും റിയൽ ലൈഫിൽ റേഞ്ച് കിട്ടും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അവരിപ്പോൾ കാണിച്ചിരിക്കുന്നത് വെച്ച് ഈ വണ്ടി ഭയങ്കര പ്രീമിയം അല്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നതിൻ്റെ ഡിസൈൻ സ്കെച്ചാണ്. പക്ഷേ ശരിക്കുള്ള ഇൻറ്റീരിയർ ഏകദേശം ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതിനകത്ത് ഓട്ടോ AC ഒന്നും ഇല്ല. പിന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ ഭയങ്കര ബ്ലാങ്ക് പോലെയാണ് തോന്നുന്നത്. 10 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത് കുറച്ചും കൂടെ പ്രീമിയം ആക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ലുക്കാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് കൊമറ്റ് EVയുടെ ക്യാബിൻ നമുക്ക് അത്യാവശ്യം പ്രീമിയം എക്സ്പീരിയൻസ് തരുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അക്കാര്യത്തിൽ ഇവർ ഇന്ത്യയിലേക്ക് വരുമ്പം കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയാൽ മതി. വേറെ പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം ഈ പുതിയ എന്ന് പറയുമ്പം ഇന്ത്യയിലേക്ക് പുതിയ ബ്രാൻഡ് വന്ന് ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് തന്നെയാണ് വിൻഫാസ്റ്റിനെ പറ്റിയിട്ടുള്ള പുതിയ വീഡിയോ. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ്സിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.